my eyes, and even when I'm sleeping I'm alright, 'cause you were in my life once upon a time. I only imagined this, and now you're mine. Wish for you so hard, pray that you'd find me. Maybe you're here today, here to remind me. If you believe that dreams come true, there's one that's waiting there for you. 'Cause I believed when I saw you that when you want something enough, then it can't escape your love. There is nothing in the world that cannot be, if you believe. Everybody said that I was a fool to think that we connect. But I couldn't get my heart out of my head, and they just didn't see. No, they just couldn't know the feeling that you get, the places that you go. If you believe that dreams come true, there's one that's waiting there for you. 'Cause I believe when I saw you that when you want something enough, then it can't escape your love. There is nothing in the world that cannot be, if you believe. Never wish for material things, never needed wind in my wings. I never wish for anything but you. Yeah, I can't explain it. Someone just told me, go where your heart is. You'll never be lonely. Love, I see forever in your eyes. I can see heaven in your smile. And when I hold you close, I don't wanna let go, because deep in my soul I know, girl, that you are the only light I see. Your love means everything to me. I know that we will never part, 'cause you'll always be near, here in my heart. If the sun should refuse to rise and the moon doesn't hang in the night, the tides won't change, seasons rearrange. When the world is through, I will still love you. Oh yeah, still love you, baby.
പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസിനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസിയെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാര്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനത്തിനനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കുവാൻ കൃപ നൽകണമേ. ഇത്രയായി സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവേ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനുള്ള വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ ലിജുവിനെയും ജോമരിയായും സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുടുംബങ്ങളെയും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജായറോസിൻ കുഞ്ഞിനായി നവ്യജീവൻ തന്നവൻ, ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകർന്നവൻ. കൈപിടിച്ചു കുഞ്ഞിനോടാ യേശുവരുളി സ്നേഹമാ ബാലികേ നീയുണരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ.
ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ദൈവം ജന്മം നൽകി വളർത്തി വലുതാക്കിയ രണ്ടുപേർ തങ്ങളുടെ വിവാഹ വാഗ്ദാന കർമ്മം ഈ വിശുദ്ധ ദേവാലയത്തിൽ നടത്തുകയാണ്. ലിജുവും ലോമരിയായും തങ്ങളുടെ വിവാഹ വാഗ്ദാനം ഈ ദേവാലയത്തിൽ നടത്തുമ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്ന വിവാഹ ബന്ധത്തിലേക്ക് എത്തിനിൽക്കാനും ദൈവത്തിന്റെ കൃപകളുടെ മേൽ ധാരാളമായി വർഷിക്കപ്പെടുവാനും ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നു എന്നതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇവിടെ ആരംഭിക്കുകയാണ്. മോനിപ്പള്ളി ഇടവകയിലെ ഉള്ളൂർമൂന്നൽ കുടുംബവും മുട്ടം ഇടവകയിലെ ഇടവറത്ത് കുടുംബവും തമ്മിലുള്ള ബന്ധം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ആരംഭിക്കുമ്പോൾ അതും ദൈവ നിശ്ചയപ്രകാരമാണെന്നുള്ള ബോധത്തോടുകൂടി ദൈവസന്നിധിയിലെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പിതാവായ മാതാപിതാക്കളുടെ മാതൃത്വം യാചിച്ച കാരണവന്മാരുടെ അനുഗ്രഹം തേടിയും ഈ വിശുദ്ധ കർമ്മത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. മധുമെന്നേയാവുന്നു തുടങ്ങുന്നു നന്നായി വരേണമേന്ന് ഉത്തമേനായ മിശിഹായിലുള്ള ഉന്നതേടും നൽകേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരേണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അബ്രാഹം തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും സഫലീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന ഈ യുവതിയെയും യുവാവിനെയും കാരണപൂർവ്വം കടാക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹം നീ പകരണമേ. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ കർത്താവേ, ഈ യുവതി യുവാക്കളുടെ അന്തർഗതമോടൊന്ന് അറിയുന്നുവല്ലോ. ഇവരുടെ അന്തരംഗങ്ങളിലേക്ക് അവിടുത്തെ അനുഭവിയ സ്ഥൈര്യം പകരണമേ. ഹൃദയപൂർവ്വം നിഷ്കളങ്കമായ വാസസമ്മതം നടത്തുവാൻ ഈ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും ഞങ്ങളുടെ ദുരിതയ്ക്ക് അധീനവുമായ അങ്ങയുടെ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും അഭിപ്രായം ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. സർവാത്മനാം കർത്താവേ, ഈ സമൂഹത്തിനും പ്രതിഷ്ഠിത വരനും വധുവിനും മാർഗരേഖകളായി തീരട്ടെ. ലോകത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സംഗതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിധാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. കർത്താവ് ബന്ധിപ്പിച്ചതുപോലെ ഇന്ന് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. വാഗ്ദാനങ്ങളിൽ വിശുദ്ധനായ കർത്താവ് ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇസ്രായേലിന്റെയും യൂദയാക്കാരുടെയും ഉള്ളിൽ ദൈവിക നിയമം നിക്ഷേപിച്ചതുപോലെ വിവാഹ വാഗ്ദാനത്തിന്റെയും മുഹൂർത്തത്തിൽ ഈ യുവാവിന്റെയും യുവതിയുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും ഹൃദയങ്ങളിൽ കർത്താവിന്റെ അനശ്വര നിയമം നിക്ഷേപിക്കുമാറാകട്ടെ. ആരംഭിക്കുന്ന രണ്ട് കുടുംബങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംഗീതരാകുകയും നിന്റെ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരുടെ മേലും കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനെ, നിന്റെ ദാസൻ ചെയ്യുന്ന വാഗ്ദാനം നിർവഹിക്കുന്ന മോഹിയാകുവാനുള്ള മനസ്സും സന്നദ്ധതയും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. നിത്യനായ സർവേശ്വരായ നീക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് രോമരിയായി നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. രോമരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ലിജുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഉടമ്പടിക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവവും നിങ്ങളുടെ കാരണവന്മാരും ഇവിടെയുള്ള മറ്റെല്ലാവരും സാക്ഷികളാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികളിൽ ചെയ്യുന്നവരും അവയെ വിശുദ്ധതയോടെ പാലിക്കുന്നവരും പാലിക്കുവാൻ സഹായിക്കുന്നവരുമായ കർത്താവേ, നിന്റെ ദാസൻ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ ലുജുവിനെയും യോവരിയായെയും അവരുടെ ആണവന്മാരായ ഇവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ സ്നേഹവും പരിരക്ഷണവും ഇവരുടെ മേലും ഈ സമൂഹത്തിന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ജോസഫ് ഇറബറത്തിന് എല്ലാവരുടെയും പേരിൽ മംഗളാശംസകൾ നേരുന്നു. ആദ്യമായി ഇരുവരും ചേർന്ന് ഭദ്രദൈവം വിളിക്കുന്നു. അവരോടൊപ്പം ഇരുവരുടെയും മാതാപിതാക്കളെയും സഹോദരിമാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വധൂവരന്മാരെയും മാതാപിതാക്കളെയും സഹോദരിമാരെയും ഒന്ന് പരിചയപ്പെടാം. ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ എൽസിൻ മരിയ ജോസഫ്. ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തിയ ജോമരിയ ചേച്ചിയുടെ ഇളയ സഹോദരിയാണ്. ഞാൻ കരുതുന്ന സെന്റ് അഗസ്റ്റീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കി റിസൾട്ടിനായി കാത്തിരിക്കുന്നു. ഇനി വധൂവരന്മാരെ പരിചയപ്പെടുത്താം. വരൻ ലിജു തോമസ്, മൂലപ്പള്ളി തിരുഹൃദയപ്പള്ളി ഇടവക പുള്ളൂർകുന്നേൽ തോമസ് ചേട്ടന്റെയും ലൗസ് ചേച്ചിയുടെയും ഏകമകൻ. ഇപ്പോൾ കാലിഫോർണിയയിലെ മാഞ്ചിക്ക എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. വധു മുട്ടം ഇടവക ഇറപ്പുറത്ത് ജോഷിയുടെയും ജോളിയുടെയും 3 പെൺമക്കളെ മൂത്ത പുത്രി. ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും BSc നഴ്സിംഗ് പാസ്സായി അവിടെ തന്നെ ജോലി ചെയ്യുന്നു. ലിജുവിന്റെ സഹോദരി ലിൻസി ചേച്ചി നേഴ്സാണ്. ഭർത്താവ് മനശ്ശേട്ടൻ മാങ്ങിടപ്പള്ളി ഇടവക പെരിങ്ങലിൽ കുടുംബാംഗമാണ്. ഇരുവരും കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്നു. ഇവരുടെ മക്കളാണ് ജോഹാൻ, ഹാന, ചേതൻ. ജോമരിയയുടെ സഹോദരി ആൻമരിയ ജോസഫ് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലെ BSc ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇളയ സഹോദരി ഞാനും. എല്ലാവർക്കും ഒരു നല്ല വിരുന്ന് ആശംസിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് കേക്ക് മുറിക്കുന്നു. അതിനായി വധൂവരന്മാരെ ക്ഷണിച്ചു. वर्का मोहब्बत का लिख दे आज दिल से, लम्हा लम्हा तू बेहतर सा कर दे आज कल से। तुमसे मिलके मिला मैं खुद से, तुमसे रस्मे वफा सीखी, खुद को सपने दिखाने की आदत तुमसे पहली दफा सीखी। कभी रूहानी कभी रुमानी करे जवानी तू, कभी रूहानी कभी रुमानी करे जवानी ख्याल सा है मेरे, मैं भी तेरा एहसास हूँ। मेरी यही है ख्वाहिशें, वादे सारे मैं निभा सकूं। कितना तुझे चाहूं बता कैसे मैं कहूँ। तेरा ही था तेरा ही हूँ तेरा ही
been so long since we took the time to share words from deep inside us. We're in our own world, spinning our wheels, but you know how I feel. Since the first time I took your hand, my love for you has just been growing. You always seem to understand. You know how I am. Ooh, I'm gonna love you till the end. I'm gonna be your very true friend. I wanna share your ups and downs. I'm gonna be around when you're alone, 'cause I'm away. Don't be sad, don't be afraid. I'm gonna turn my thoughts to you, like I always do. Yeah, I'm gonna love you till the end. I'm gonna love you. I'm gonna be your very true friend. I wanna share your ups and downs. Your ups and downs. I'm gonna be around. Catch you when you fall, hold you when you're down, sharing every moment. I wanna show it all I do. I believe I found a miracle in you. I'm gonna love you till the end. I'm gonna be your very true friend. Now